മികച്ച രീതിയിലുള്ള മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് കരുതിയാണ് പലരും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നയാളുടെ മരണശേഷം ഈ നിക്ഷേപത്തിന് എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് അത് ക്ലെയിം ചെയ്യാനാവുക? മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു സംശയമാണിത്. മരണപ്പെട്ട മ്യൂച്വൽ ഫണ്ട് ഉടമയുടെ പേരിലുള്ള യൂണിറ്റുകൾ നോമിനിക്കോ അല്ലെങ്കിൽ നിയമപരമായ അവകാശികൾക്കോ ആണ് ലഭിക്കുന്നത്. യൂണിറ്റുകൾ കൈമാറുന്നതിന് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് ഒരു പൊതു നടപടിക്രമമാണുള്ളത്. ജോയിന്റ് ഹോൾഡർമാർ ഉണ്ടെങ്കിൽ അവർക്ക് കൈമാറാൻ സാധിക്കും. അല്ല എങ്കിൽ നിക്ഷേപം സംയുക്തമായാണ് നടത്തിയതെങ്കിൽ ആദ്യം ഉടമയുടെ മരണശേഷം അത് രണ്ടാമത്തെ ഉടമയ്ക്ക് കൈമാറും. ജോയിന്റ് ഹോൾഡർ ഇല്ല എങ്കിൽ അത് നോമിനിക്കാണ് കൈമാറുന്നത്. രജിസ്റ്റർ ചെയ്ത നോമിനിക്ക് യൂണിറ്റുകൾ കൈമാറ്റം ചെയ്യുന്നതിന് മ്യൂച്വൽ ഫണ്ട് ഒരൊറ്റ നിക്ഷേപകന്റെ പേരിലായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൈമാറിയ ശേഷം നോമിനിക്ക് നിക്ഷേപം കൈവശം വയ്ക്കാനോ വിൽക്കാനോ സാധിക്കുന്നതാണ്. നോമിനിയോ ജോയിന്റ് ഹോൾഡറോ രേഖകൾ സഹിതം ഇഷ്യൂ ചെയ്ത മ്യൂച്വൽ ഫണ്ടിനായി അപേക്ഷ നൽകണം. അപേക്ഷകൾ, സത്യവാങ്മൂലം, മറ്റ് സമർപ്പിക്കലുകൾ എന്നിവയ്ക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റുകളും ഇതിനായിട്ടുണ്ട്. അവ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. ഈ രേഖകൾ സമർപ്പിച്ചാൽ 30 ദിവസത്തിനകം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച യൂണിറ്റുകൾ നോമിനിക്ക് കൈമാറുന്നതാണ്. ഇനി ഈ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ, അതായത് മരണമടഞ്ഞ യൂണിറ്റ് ഉടമയുടെ നിയമപരമായ അവകാശികൾക്കുള്ള കൈമാറ്റം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതുവരെ നിക്ഷേപങ്ങൾ നോമിനിയുടെ കൈവശമായിരിക്കും. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്സ് റെഗുലേഷൻസ് പ്രകാരം 1996 അനുസരിച്ച് മ്യൂച്വൽ ഫണ്ട് ഉടമയുടെ മരണശേഷം നോമിനിക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ലഭിക്കുന്നതാണ്. എന്നാൽ നിയമപരമായ അവകാശികളുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഫണ്ടിനായി ഒന്നിലധികം നോമിനികൾ ഉണ്ടായാൽ ഓരോ നോമിനിക്ക് ഫണ്ട് യൂണിറ്റുകൾ ഭാഗിച്ചാണ് നൽകുന്നത്. ജോയിന്റ് ഹോൾഡർമാരോ നോമിനികളോ ഇല്ല എങ്കിൽ നിക്ഷേപങ്ങൾ മരണപ്പെട്ടയാളുടെ നിയമപരമായ അവകാശികൾക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഒരു നോട്ടറി അല്ലെങ്കിൽ ഗസറ്റ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ മരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, അവകാശിയുടെ പാൻ കാർഡിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കണം. ബാങ്ക് മാനേജർ സാക്ഷ്യപ്പെടുത്തിയ ബാങ്ക് വിശദാംശങ്ങൾ ക്യാൻസൽ ചെയ്ത ചെക്ക് സഹിതം നൽകണം. അക്കൗണ്ട് നമ്പരും KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കതായി സ്ഥാപിക്കുന്ന രേഖകളും സമർപ്പിക്കണം. ഡിമാറ്റ് ഹോൾഡിംഗുകളുടെ കാര്യത്തിൽ മരിച്ച വ്യക്തിയുടെ ക്ലയന്റ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, അതായത് DPID, അവകാശിയുടെ DPID ആവശ്യമാണ്. തുക 2 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നോമിനിയുടെ ഒപ്പ് ഒരു നോട്ടറിയോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസിന്റെയോ സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. നോമിനി മാനസിക അസ്വസ്ഥമുള്ള വ്യക്തിയാണെങ്കിൽ കോടതി നിയമിച്ച രക്ഷിതാവ് അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. മരണപ്പെട്ടയാളുടെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിൽപത്രം, പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ്, അഡ്മിനിസ്ട്രേഷൻ കത്ത് തുടങ്ങിയ ക്ലെയിം തീർപ്പാക്കുന്നതിനായി സമർപ്പിച്ച എല്ലാ അനുബന്ധ രേഖകളുടെയും പകർപ്പുകൾ ഒരു നോട്ടറിയോ ഗസറ്റ് ഓഫീസറോ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ഒരാളുടെ മരണശേഷം മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ നോമിനി നികുതിയൊന്നും നൽകേണ്ടതില്ല. യൂണിറ്റുകൾ വിൽക്കുന്ന സമയത്ത് മാത്രമേ നികുതി ബാധ്യത ഉണ്ടാവുകയുള്ളൂ. നിക്ഷേപ രേഖകളിൽ നിയമപരമായ അവകാശികളെ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. നോമിനിയുടെ പേരും വിൽപത്രമായിരിക്കും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കൈമാറുന്നതിനുള്ള പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത്.